രഞ്ജിത്ത് വിശ്വനാഥ് മേച്ചേരി എന്ന് പറയുന്ന ഒരാളിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. അത് വായിച്ചപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായത് വസ്തുതാനിഷ്ഠമായ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് കേരള മോഡൽ എന്നുള്ളതിനെ കുറിച്ചാണ് രഞ്ജിത്ത് വിശ്വനാഥ് എഴുതിയേക്കുന്നത്. അപ്പോൾ അതിനെ അനുകൂലിച്ച് കുറേ അധികം ആളുകളുണ്ട്, അതിനെ പ്രതികൂലമായിട്ട് പറയുന്ന പോസ്റ്റുകളും ഉണ്ട്. കാരണം അയാൾ സെൻട്രൽ ഗവൺമെൻറ്റിനെ വെള്ളപൂശാൻ പോവുകയാണെന്നും അതുപോലെ തന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ സഖാക്കളെ ചീത്ത പറയാനാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുപാട് പോസ്റ്റ് അഡ്വേഴ്സായിട്ടും എഴുതിയിട്ടുണ്ട് അതിൽ. പക്ഷേ അതൊന്ന് പഠിച്ചു നോക്കിയാൽ അത് ആരെങ്കിലും ഇത് എഴുതുന്നതിന് മുമ്പ് ഇതൊന്ന് മുഴുവനൊന്ന് വായിച്ച് നോക്കി അതിൻ്റെ കണക്കൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരാളെ ചീത്ത പറയുന്നതായിരിക്കത്തില്ലേ നല്ലത്. അപ്പോൾ എനിക്കത് നോക്കിയപ്പോൾ മനസ്സിലായത് വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ്, വസ്തുതാപരമാണ് എല്ലാം. അപ്പോൾ 2024 ജൂലൈയിലാണല്ലോ നമുക്ക് വയനാട്ടിൽ മുണ്ടക്കൈ ചൂരൽമല എന്ന് പറയുന്ന ഈ പ്രദേശങ്ങളിൽ അതിഭയാനകമായ ഉരുൾപൊട്ടലുണ്ടായത്. 400-ലധികം പേരുടെ ജീവൻ അതിൽ പൊലിഞ്ഞു, നഷ്ടപ്പെട്ടു. ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട്, അതൊന്നും എടുക്കാൻ പോലും പറ്റത്തില്ല ശരീരം. അത് ഈ 400-ലധികം എന്നൊക്കെ നമ്മുടെ ഒരു ഊഹമാണ്, അതിലൊക്കെ ഒരുപാട് കൂടുതലാണ്, എപ്പോഴും ഒരിക്കലും കുറയത്തില്ല. അതുകൂടാതെ 400-ൽ പരം കുടുംബങ്ങൾ ഭവനരഹിതരായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെ ഇത്രയായി. അപ്പോൾ അത് ഒരു 402 കുടുംബങ്ങളാണ് ഭവനരഹിതരായി മാറിയെന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ കണക്ക്. അപ്പോൾ വീട് വേണ്ടാത്തവർക്ക്, അപ്പോൾ ഇതിന് പുനരധിവാസം വേണമല്ലോ, അതിന് വൻതോതിലുള്ള പണപ്പിരിവ് അങ്ങ് നടത്തി. അതായത് നമ്മുടെ ഗവൺമെൻറ് വേറെ ഗുണമുണ്ട്, ഇവിടെ എന്ത് ദുരന്തം ഉണ്ടായാലും ശരി ഇവിടുന്ന് ആദ്യം ആളുകളെ അങ്ങ് പിരിക്കാനുള്ളതാണ്. അപ്പോൾ അത് കൊടുത്തോളൂ. അപ്പോൾ അങ്ങനെ വീട് വേണ്ടാത്തവർക്ക് ഓരോ കുടുംബത്തിനും 15 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ ധാരണയായി. അങ്ങനെ കുറേ പേര് മുന്നോട്ട് വന്നു. അങ്ങനെ 104 പേരാണ് വീട് വേണ്ട, അവർക്ക് രൂപ മതി എന്ന് പറഞ്ഞ് പണം വാങ്ങിയത്. അത് 2025 ജൂൺ, അതായത് ജൂണിൽ ആ പൈസ കൊടുത്തു. 2025 ജൂണിൽ തന്നെ ഈ പൈസ കൊടുത്തു. അതായത് 15 ലക്ഷം രൂപ വെച്ച് 104 കുടുംബങ്ങൾക്ക് കൊടുത്തു. അതിൻ്റെ കണക്ക് അങ്ങനെ നോക്കുമ്പോൾ എത്ര രൂപ വരണം നമുക്ക്? 15 ലക്ഷം ആവുമ്പോൾ വെച്ചാണെന്നുണ്ടെങ്കിൽ 15.60 കോടി രൂപ വരും. പക്ഷേ സർക്കാരിൻ്റെ കണക്കനുസരിച്ച്, സർക്കാരിൻ്റെ കണക്കെല്ലാം വ്യത്യാസമാണല്ലോ എപ്പോഴും. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്ത് ഈ വെട്ടുമേനിയുടെ പ്രശ്നം വരും. അപ്പോൾ 15.60, അതിന് 15.60 ലക്ഷം രൂപ മതി 104 പേർക്ക് 15 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ. പക്ഷേ സർക്കാരിൻ്റെ കണക്ക് 16.05 കോടി രൂപ കൊടുത്തെന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന എത്ര, അപ്പോൾ നമ്മളൊന്ന് നോക്കിയാൽ മതി. അതായത് 16.05 കോടി രൂപ അത് കൊടുക്കാൻ എടുത്ത പൈസ എവിടെ നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 13.52 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പദ്ധതിയിൽ നിന്നും, പിന്നെ അതിൽ നിന്നും ഫണ്ടിൽ നിന്നും, അതേപോലെ 2.80 കോടി രൂപ SDRF ആ ഫണ്ടിൽ നിന്നും ആണ് എടുത്തേക്കുന്നത്. അതായത് സ്റ്റേറ്റ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട്, SDRF, അതിൽ നിന്നുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ പൈസ എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ 13.52 2.80 കൂടെ കൂട്ടിയാലോ 16.32 വരും കേട്ടോ. എന്നാലും അത് കൊടുത്തേക്കുമ്പോൾ മൊത്തം കൊടുപ്പ് അതിൽ നിന്ന് ഇത്രയും കൊടുത്തു. ഈ കണക്കെല്ലാം കൂടി അതിൻ്റെ കണക്കുമെല്ലാം കൂടെ കൂട്ടിയത് വളരെ തമാശയാണ്. വരുമ്പോൾ 72 ലക്ഷം രൂപ അധികമാണ്. ഇതിൽ നിന്ന് തന്നെ, ഈ കണക്കിൽ നിന്ന് തന്നെ 72 ലക്ഷം രൂപ. അതായത് ഈ രണ്ടും കൂടെ കൂട്ടുമ്പോൾ, അതായത് 13.52 2.80 കൂടെ കൂട്ടിയാൽ 16.32 വരുള്ളൂ കേട്ടോ. അവിടെ തന്നെ നോക്കുമ്പോൾ 27 ലക്ഷം രൂപ അതിൽ നിന്ന് തന്നെ വെട്ടി അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നേരത്തെ പറഞ്ഞ കണക്ക് 45 ലക്ഷത്തിൻ്റെ വ്യത്യാസം അതുകൂടെ ചേർത്ത് 72 ലക്ഷം രൂപ അധികമാണ്. ഇനി അത് പൊക്കോട്ടെ, അവിടെ ഇരിക്കട്ടെ. ബാക്കി 292 വീടുകളാണല്ലോ വേണ്ടത്. ആ വീടുകൾക്ക് 292 വീടുകൾക്കായിട്ട്
ഒരു വീടിന് 20 ലക്ഷം രൂപ എന്നുള്ളത് 27/2/2025 മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. നേരത്തെ അത് 35 ആയിരുന്നു, ഊരാളുങ്കലാണ്. അപ്പോൾ പിന്നെ തീരുമാനം അങ്ങനെ വരുമല്ലോ. 35 അത് ഏതായാലും വലിയ പ്രശ്നം വന്നു. കാരണം ലൈഫ് മിഷൻ്റെ വീടുകൾക്ക് 4 ലക്ഷം ആകുമ്പോൾ ഇതിനെങ്ങനെ 35 ലക്ഷം വരും എന്നുള്ള ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് നേരെ 20 ലക്ഷം ആക്കി. 20 ഒന്നും അതിന് വേണ്ട യഥാർത്ഥത്തിൽ. കാരണം സ്ഥലത്തിൻ്റെ വില ഏറത്തല്ല ഇത് വരുന്നത്, അതിന് വേറെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 292 വീടുകൾക്ക് എത്ര വരും? 58.40 കോടി രൂപ മതി. 58 കോടി 40 ലക്ഷം രൂപ വരും. ഇനി ഇത് കൂടാതെ എൽസൺ എസ്റ്റേറ്റിൽ നിന്നാണ് ഈ സ്ഥലം 64.4705 ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുത്തത്. ഇതിനു വേണ്ടി ദുരിതാശ്വാസ അതിൻ്റെ ഈ വീട് വെക്കാൻ വേണ്ടിയുള്ള വസ്തുവായിട്ട് ടൗൺഷിപ്പിന് വേണ്ടി ഏറ്റെടുത്ത വസ്തു അതാണ്. അപ്പോൾ അതിന് വരുന്ന എത്ര രൂപ വരും? അതിന് കൊടുത്തേക്കുന്നത് കണക്ക് 43.56 കോടി രൂപയാണ്. അത്രയും കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 15.60 കോടി പ്ലസ് 58.40 കോടി പ്ലസ് 43.56 കോടി രൂപ ആകെ വേണ്ടി വരുന്നത് എത്രയാണെന്നറിയോ? 117.56 കോടി രൂപയാണ് വേണ്ടത്. ഇനി ഇതിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ് 2024 291 കോടി 20 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. 291 കോടി 20 ലക്ഷം രൂപ കൊടുത്തു. 2025 260 കോടി 56 ലക്ഷം രൂപ കൊടുത്തു. പിന്നെ അത് കൂടാതെ ഈ 50 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് ഫ്രീ ലോണായിട്ട് അത് തിരിച്ചടഞ്ഞാൽ 50 വർഷത്തേക്കാണ്, അതുകൊണ്ടാണ് അടയ്ക്കേണ്ടത്. ഇൻട്രസ്റ്റ് ഫ്രീ ആണ്, 50 വർഷത്തേക്ക് പലിശയില്ല. പലിശരഹിത വായ്പയായിട്ട് 529.50 കോടി രൂപ കൊടുത്തു. ഇത്രയും പൈസയുണ്ട്. ഇനി ഇതൊന്നും കൂടാതെ പിരിവ് മൂലം ഇവിടെ കിട്ടിയത് 773.98 കോടി. പിന്നെ അതുകൂടാതെ നേരത്തെ ഉള്ള ബാലൻസ്, കൊറോണയുടെ കാലത്ത് ഉണ്ടായിരുന്ന ബാലൻസ് ഉണ്ട്. കൊറോണ പ്രളയം ഇതെല്ലാം കൂടെ ചേർത്തുള്ള ആ കാലത്ത് വന്ന ബാലൻസ് തുക എന്ന് പറയുന്നത് 250 കോടി രൂപയുണ്ട്. ഇതാണ് 178 വീടുകളാണ് ഇപ്പോൾ പണി പൂർത്തിയായതെന്ന് പറയുന്നത്. പൂർത്തിയൊന്നും ആയിട്ടില്ല, പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ശരിയാണ്. ആ പൂർത്തിയായ വീടിന് 178 കോടിയുടെ വീടിനാണെങ്കിൽ അതിന് എന്തോ വില വരും? എല്ലാം കൂടെ കൊടുക്കേണ്ടത് 35.60 കോടി രൂപ കൊടുക്കണം. ഒരാളെങ്കിലിനാണ് കൊടുക്കേണ്ടത്. പക്ഷേ അവർക്ക് 59.80 കോടി ഇപ്പോൾ തന്നെ കൊടുത്ത് കഴിഞ്ഞു. 178 വീടിനാണ്, മറ്റേതായിട്ടില്ല. മറ്റേത് ആവാൻ പോകുന്നതേ ഉള്ളൂ. മുൻപേറ് കാശാണ് കൊടുക്കുന്നത്. പിന്നെ ഈ 500 കോടി പോലും വരാത്തടത്താണ് 1000 കോടിക്ക് മേളിൽ പിരിവെടുത്ത് ഈ ഗവൺമെൻറ് ഈ പിരിവെടുത്ത് എല്ലാം വെച്ചേക്കുന്നത്. പൈസ ഉണ്ടായിരുന്നു, എന്നിട്ട് സമയബന്ധിതമായിട്ട് ഇത് നടപ്പാക്കാൻ പോയില്ല. കാരണം എന്താ? ഈ പണമൊക്കെ ചിലവായിപ്പോയി. അതാണ് കാരണം. ഇപ്പം നമ്മൾ കാണുന്നല്ലോ എന്തുവാണെന്ന്, പരസ്യം. ഇലക്ഷന് വേണ്ടിയുള്ള പരസ്യം അങ്ങ് തുടങ്ങല്ലേ. TV ഓണാക്കിയാൽ ഇപ്പോൾ ഒരു പ്രോഗ്രാം കാണാക്കത്തില്ല. തമാശ പ്രോഗ്രാം ആണെങ്കിലും അവസാനം കൊണ്ടുവന്നിട്ട് അത് ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളാണ് അതിനകത്ത് പറഞ്ഞുകൊണ്ട് വരുന്നത്. വാർത്തയുടെ അവസാനം എല്ലാം അത് തന്നെ. ഏഷ്യാനെറ്റിനെ ചീത്ത പറയും, പക്ഷേ ഏഷ്യാനെറ്റിലുള്ള പരസ്യം പോലെ വേറെ ഒരു ചാനലിലും പരസ്യം കാണുന്നില്ല. അതുപോലെ പരസ്യമാണ്. വ്യൂവർഷിപ്പ് കൂടുന്നതനുസരിച്ച് ഇവരെ പരസ്യം അങ്ങോട്ട് കൊടുക്കും. എന്തിന്? ഞാനൊരു സിനിമ കാണാനിരുന്നു, അതിൻ്റെ പാതിരാത്രി എന്ന് പറഞ്ഞൊരു സിനിമ C5-ലാണ്. അതിൽ 2 വളരെ ദീർഘമായിട്ടുള്ള പരസ്യങ്ങളാണ്. വലിയൊരു രൂപം, അതായത് ഇങ്ങനെ പിന്നെ ഇല്ല നമ്മുടെ രജനീകാന്തിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നില്ല, അതിനകത്ത് വരുന്നത് പോലുള്ള ആ വലിയ രൂപം, അയൺ മാൻ, വലിയ സ്റ്റീൽ മാൻ, ഒരാൾ ഇങ്ങനെ നടന്നു വരുന്നതും അതാണ്. കേരളം ഉയരത്തിലേക്ക് പോവുകയാണെന്നാണ്. എങ്ങോട്ടിനി പോകുമെന്ന് അറിഞ്ഞൂടെ. എവിടെയെങ്കിലും ഒന്ന് പിടുത്തം കിട്ടിയിരുന്നെങ്കിൽ മതിയായിരുന്നു. ഇനി നമ്മളങ്ങ് പൊങ്ങിപ്പോയാൽ, പട്ടം പോലെ അങ്ങ് പറന്നു പോയാൽ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്കറിയാൻ വയ്യ. ആ രീതിയിലാണ് പോക്ക്. ഏതായാലും ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യം കൂടെ ഒന്ന് അന്വേഷിക്കാം. ഇന്ന് രാവിലെ ന്യൂസ് ചാനൽ ഏഷ്യാനെറ്റും ഒക്കെ ബ്രേക്ക് ചെയ്ത ന്യൂസാണ്. അവിടുന്ന് ആൾ പോയി നിന്ന് കണ്ടു. അപ്പോൾ അങ്ങ് ഉദ്ഘാടനം അങ്ങ് തീരുമാനിച്ച്, ഭയങ്കര നിർബന്ധമാണ്, ഉദ്ഘാടനം ചെയ്തേ പറ്റുള്ളൂ. ഉദ്ഘാടനം ഉടനെ വരണം, അല്ലെങ്കിൽ ഇത് കയ്യിൽ നിന്ന് പോകത്തില്ലയോ പ്രോജക്റ്റ്. അങ്ങനെ വരുമ്പോൾ ഇതൊന്നും ചെയ്തല്ല. കാരണം ഇത്രയും പണം, അതായത് 4 ഇരട്ടി കൂടുതൽ പണം കയ്യിലുണ്ടായിട്ട് അത് വെച്ച് അത് സമയബന്ധിതമായിട്ട് ഒന്നും ചെയ്യാതെ അനങ്ങാതിരുന്നു.
എന്നിട്ടാണ് ഇപ്പോൾ അനങ്ങിയേക്കുന്നത്. എന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ് 1222 കോടി രൂപ ചോദിച്ച് തന്നില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്തിനാ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റിന് അറിയാം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മുഴുവൻ പുട്ടടിക്കാനുള്ള പരിപാടിയാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് കൊടുക്കാത്തത്. കാരണം പണമുണ്ട്, ആ കൊടുത്ത പണം ചിലവാക്കട്ടെന്ന് അവർ പറയുന്നത്. ശരിയല്ലേ? കാരണം ഈ കണക്കൊന്ന് നോക്കിക്കോളൂ. ഈ ചീത്ത പറയുന്നതിന് മുമ്പ് ഈ രഞ്ജിത്തിനെ ചീത്ത പറയുന്നവർ ഒരു കാര്യം ചെയ്യണം, ഈ കണക്കൊന്ന് പരിശോധിച്ചിട്ട് ചീത്ത പറയണം. അയാൾ പറയുന്ന എന്ത് ന്യായമായ കാര്യമാണ്, വസ്തുതാപരമായ കാര്യമല്ലേ? അപ്പോൾ എന്നിട്ട് ഇതിനകത്ത് വരുന്നത് ഇനി ഇപ്പോൾ ഇത് വളരെ വലിയ തമാശ, അവസാനം ഉദ്ഘാടനം ഇപ്പം തീരുമാനിച്ചൊക്കെയായിരുന്നു. എന്തായാലും അതങ്ങ് നീട്ടിവെച്ച് മാർച്ച് 1 കാരണം ഇലക്ഷന് എന്തായാലും മാർച്ച് 1 കഴിഞ്ഞേ ഇത് പ്രഖ്യാപിക്കുകയുള്ളൂ എന്നുള്ള ഒരു തീരുമാനം വരുന്നുണ്ട്. കാരണം ഈ ഇലക്ഷൻ്റെ യജമാനൻ ഇങ്ങോട്ട് എഴുന്നള്ളുന്നുണ്ട് കേട്ടോ, എല്ലാ സ്റ്റേറ്റുകളിലും പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എഴുന്നള്ളത്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ പോയിട്ടേ ഇലക്ഷൻ പ്രഖ്യാപിക്കുകയുള്ളൂ. അപ്പോൾ അത് മാർച്ച് ആദ്യ വാരം അവിടെ വരുന്നത്. അപ്പം മാർച്ച് ആദ്യ വാരം കഴിഞ്ഞേ സെക്കൻഡ് വീക്കോടുകൂടിയേ ഇലക്ഷൻ പ്രഖ്യാപിക്കുള്ളൂ. മിക്കവാറും ഏപ്രിൽ സെക്കൻഡ് വീക്കോടുകൂടിയായിരിക്കും ഇലക്ഷൻ വരാനും പോകുന്നത്. അപ്പോൾ അത് കാരണം എന്താണെന്നറിയോ, മാർച്ച് 1 ഇപ്പം മാറ്റി. ഇനി മാർച്ച് 1 ഇത് തീരുമോ? ഇതിലേക്കുള്ള റോഡിൻ്റെ കുറച്ച് ഭാഗം പണി ആയിട്ടുണ്ട്. ഏതാനും വീടുകളിൽ പണി കുറച്ച് മിക്കവാറുമൊക്കെ തീർന്നിട്ടുണ്ട്. ബാക്കി വീടുകളുടെ പണി തീർന്നിട്ടില്ല. അതിനകത്ത് ടൈലിടാനുണ്ട്. പിന്നെ അത് കൂടാതെ മുകളിൽ തന്നെ ഓട് പതിക്കാനുള്ളത് ഒരുപാട് വീടുകളുടെ ഉണ്ട്. പിന്നെ മറ്റ് സൗകര്യങ്ങൾ, അതായത് എസ് ടി പി ഇല്ലാതെ, ആ സിസ്റ്റം ഇല്ലാതെ ആർക്കെങ്കിലും കക്കൂസ് ഉപയോഗിക്കാൻ പറ്റുമോ? വീട്ടിലെ ബാത്റൂം ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ, ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ STP സൗകര്യങ്ങളൊന്നും ആയിട്ടില്ല. പിന്നെ ഇനി അവിടെ ഇലക്ട്രിസിറ്റി അത് കൊണ്ടുവരണം. അതൊക്കെ ഇപ്പോൾ തൽക്കാലം പണിക്ക് വേണ്ടി കൊണ്ടുവന്നേക്കുന്നതാണ്. അതായത് എത്രയെന്നറിയാമോ, 2000 ജോലിക്കാരാണ് അവിടെ നിന്ന് പണിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഇപ്പം രാവിലെ 6 മണിക്ക് തുടങ്ങി രാത്രി 12 മണിയൊക്കെ കഴിയുന്നത് വരെ ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരാളുകളുടെ ജോലിക്കാരാണ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരാളിങ്ങനെ വളരെ പ്രഷർ കൊടുത്താണ് ഈ പണിയിപ്പിക്കുന്നത്. കാരണം ഇത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും, പിന്നെ ചുമ്മാ ഇരിക്കാനേ വെക്കൂ. അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഇത് അങ്ങ് തീർക്കണം. അതിനുള്ള പണിയാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നതെല്ലാം. പക്ഷേ ഈ പറയുന്ന ഇത്രയും ദിവസം കൊണ്ട് ഒരു കാരണം മാർച്ച് 1 മുമ്പായിട്ട് ഈ പണികളൊന്നും തീരത്തില്ല. ആർക്കും അത് വാസയോഗ്യവുമല്ല. അവിടെ പോയി ആൾക്ക് താമസിക്കണമെങ്കിൽ ബാക്കി സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുമല്ലോ. ആ ഗവൺമെൻറ് ടൗൺഷിപ്പിൽ കൊടുക്കാമെന്ന് പറഞ്ഞേക്കുന്ന മറ്റ് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തണമെങ്കിൽ ഈ കാലാവധി കൊണ്ടൊന്നും ഇത് നടക്കത്തില്ല. അപ്പോൾ ഈ പണമില്ല എന്ന് പറയുന്നത് വിവരക്കേടാണ് എന്നുള്ളത് നമ്മുടെ ഏതായാലും രഞ്ജിത്ത് വിശ്വനാഥ് മേച്ചേരിയുടെ ഈ പോസ്റ്റിൽ നിന്ന് അത് പഠിച്ചാൽ മനസ്സിലാകാവുന്നതാണ്. അയാളെ ചീത്ത പറയുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യുക, ഇതൊന്ന് പഠിക്കുക. ഞാനിത് പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ അത് ന്യായമാണെന്നും വസ്തുതാപരമാണെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാ ഞാനീ അയാൾ പറഞ്ഞ കണക്ക് മാത്രമല്ല, ഈ കണക്ക് ഗവൺമെൻറ് പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഈ പിരിച്ച കാശ് ഇവിടുന്ന് കാശ് കൊടുത്തു, എങ്ങനെ കൊടുത്തു എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഈ കണക്ക് കൂട്ടാൻ ഇത്രയും നാളായിട്ടും നമ്മുടെ സർക്കാരിനെ അറിഞ്ഞുകൂടാ. കണക്ക് കൂട്ടുമ്പം എല്ലാം ഈ കണക്കിൽ നിന്ന് ഒരു 72 ലക്ഷം രൂപ അങ്ങ് പോയിട്ടുണ്ട്. അതെങ്ങനെ പോയെന്നൊന്നും ചോദിക്കരുത്, അത് കണക്ക് കൂട്ടിയപ്പം പറ്റിയതാണ്. ഇനിയിപ്പോൾ ഇത് തീർക്കണമെങ്കിലോ, ഇതിപ്പോൾ ഇനി നമ്മൾ ഇതുവരെയുള്ള കാശെല്ലാം ചിലവാക്കിയത് ഇരിക്കട്ടെ, ഇനി അങ്ങേയറ്റം വേണ്ട എത്ര, ഒരു 100 കോടി രൂപ കൂടെ വേണം. അതിപ്പോട്ടൊരു 300 കോടി രൂപ എന്ന് വെച്ചു, അതിനപ്പുറം കയ്യിലുള്ളതാണ്. പിന്നെ എന്താണ് പ്രശ്നം? ഇതൊന്നും അല്ല ഇപ്പോൾ സംഭവിക്കുന്നത്. നമ്മുടെ പണം ഇതെങ്ങനെ ചിലവാക്കുന്നു എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഖജാനാവിലെ പണം എടുത്ത് ചിലവാക്കുകയാണ്, അല്ലാതെ എവൻ്റെ ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസ അല്ല എടുത്ത് ചിലവാക്കുന്നത്. ഈ പരസ്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പരസ്യം ഇതുപോലെ TV ചാനലിലും എല്ലാം അങ്ങ് പരസ്യമാണ്, പത്രത്തിലൊക്കെ അങ്ങ് പരസ്യം. ഇനി ഈ ഇലക്ഷന് ഒരു നേരത്തെ അങ്ങ് ഡിക്ലെയർ ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ല, കാരണം അത്രയും പരസ്യം കുറയുമല്ലോ. പക്ഷേ ഇതില്ല, ഇതിപ്പോൾ ഇത് ഇട്ടിങ്ങനെ കൊടുക്കല്ലേ അങ്ങോട്ട്, ഏതാണ്ടങ്ങ് നമുക്കെല്ലാം പുഴുങ്ങി റെഡിയാക്കി തരുന്നത് മാതിരിയാണ് ഈ പരസ്യം. അപ്പോൾ എൻ്റെ ഭാര്യയുടെ നമ്പറിൽ വന്നേക്കുകയാണ്, ഒരു മുഖ്യമന്ത്രി എന്നോടൊപ്പം, പരിഹാരം ഉറപ്പ് ആണ് കേട്ടോ. ഏതാണ്ട് സംശയങ്ങളുണ്ടെങ്കിൽ എല്ലാം അങ്ങ് ചോദിച്ചാൽ മതി തീർക്കാൻ. ഞങ്ങൾക്കൊരു സംശയമില്ല, ഞങ്ങളെ ഉപദ്രവിക്കാതെ അങ്ങ് വിട്ടാൽ മതി, സംശയം എല്ലാം മാറിയിരിക്കുകയാണ്. എൻ്റെ ഡ്രൈവർക്ക് ഒരു മെസ്സേജ് വന്നു, സംരംഭകന് വേണ്ടിയുള്ളതാണ് അത് കേട്ടോ.
സംരംഭക എല്ലാം വളരെ വലിയ കാര്യമാണ്. നിങ്ങൾക്ക് അത് പേര് വിളിച്ചാൽ വന്നേക്കുന്നത് ഇതിപ്പോൾ എന്താണെന്നറിയോ? ഞാൻ ഇത് പറയാൻ കാരണം അതിനകത്ത് 2 ആസ്പെക്ട്സ് ഉണ്ട്. നമ്മുടെ പണം പോകുന്നതോ അല്ല മാത്രമല്ല പ്രശ്നം ഇതിനകത്ത്. ഇത് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ഉണ്ടല്ലോ, നമ്മൾ ഓരോ കാര്യത്തിന് കൊടുക്കുന്ന ഡേറ്റ, ഈ ഡേറ്റ മുഴുവൻ മിസ്യൂസ് ചെയ്യുകയാണ്. ആ ഡേറ്റ, നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്തിട്ട് ആ കാര്യത്തിനല്ലാതെ മുഖ്യമന്ത്രിക്ക് എടുത്ത് ഉപയോഗിക്കാൻ ഒക്കത്തില്ല ഡേറ്റ. ഇതേതോ പ്രൈവറ്റ് കമ്പനിക്ക് ഇതുപോലെ ഈ ഡേറ്റ, നമ്മുടെയൊക്കെ ഡേറ്റ കളക്ട് ചെയ്ത് എടുത്ത് കൊടുത്തിട്ട് എനിക്ക് വന്നില്ല കേട്ടോ. എന്താ കാര്യമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നെ അല്ലെങ്കിൽ കമാൽ പാഷ എന്ന് വിളിച്ചുകൊണ്ട്, പിന്നെ എൻ്റെ അടുത്ത് വലിയ താല്പര്യം കാണുകയില്ലല്ലോ, എന്നെ അത്രയും ഇഷ്ടമായിരിക്കും മുഖ്യമന്ത്രിക്ക്. അപ്പോൾ ഏതായാലും ശരി, ഇതേപോലെ ഡേറ്റ മോഷണമാണ് ഈ നടന്നേക്കുന്നത്. ഈ ഡേറ്റ മറിച്ച് മറ്റേ ആൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ക്രിമിനൽ കുറ്റമാണ്. ഇവർക്കെതിരെ, ഈ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണം പോലീസ്, അതാ ചെയ്യേണ്ടത്. പിന്നെ പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ പോലീസ് കേസെടുക്കുമോ? ഇല്ലല്ലോ. നട്ടലുള്ളവന്മാരാണെങ്കിൽ ആരെങ്കിലും കേസെടുക്കണം ഇതിന്, അതാ വേണ്ടത്. ഇപ്പം എനിക്ക് വേറെ കാര്യമല്ല, എനിക്കിതുവരെ കിട്ടിയില്ല. എനിക്ക് കിട്ടിയാൽ ഞാൻ ഇതിന് കേസ് കൊടുക്കും. ഞാൻ കേസ് കൊടുക്കും. കാരണം എൻ്റെ ഡേറ്റ, ഞാൻ കൊടുത്തേക്കുന്ന ഡേറ്റ, കളക്ട് ചെയ്തേക്കുന്ന ഡേറ്റ ആ ആവശ്യത്തിന് ഉപയോഗിക്കാതെ മുഖ്യമന്ത്രിക്ക് എടുത്തു വെച്ച് തോന്നിവാസം കാണിക്കാനുള്ളതല്ല എൻ്റെ ഡേറ്റ. ഇതുപോലെ ഈ നാട്ടിലെ ജനങ്ങളുടെ എല്ലാം ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഡേറ്റ മോഷണം ഉണ്ടല്ലോ, ഇതെടുത്ത് ഇതിനെതിരെ കേസ് കൊടുക്കണം, അതാ ചെയ്യേണ്ടത്. നിയമ നടപടി വേണം. ക്രിമിനൽ കുറ്റമാണ്.